ഹായ് ഗൈസ്, അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രോത്ത് ഹോർമോണിൻ്റെ കുറച്ച് അബ്നോർമാലിറ്റീസ് ആണ്. ആക്രോമെഗാലി എന്ന് പറയുമ്പോൾ എക്സസ് ഗ്രോത്ത് ഹോർമോൺ ആഫ്റ്റർ പ്യൂബർട്ടി ആണ്. സ്പെയ്ഡ് ലൈക്ക് ഹാൻഡ്സ്, ഫ്രോണ്ടൽ ബോസിങ് ഒക്കെ ഉണ്ടാവും. സ്ക്രീനിങ് ആയിട്ട് നമ്മൾ ഇനി യൂസ് ചെയ്യുന്ന IGF-1 ലെവലിൽ നോക്കണം. ജൈജാൻറ്റിസ് എന്ന് പറയുമ്പോൾ എക്സസ് ഗ്രോത്ത് ഹോർമോൺ ബിഫോർ പ്യൂബർട്ടി ആണ്. മാനേജ്മെൻറ്റ് സർജറിയാണ്. ഡ്രഗ് ഓഫ് ചോയ്സ് പെഗ്വിസോമാൻറ്റ് ആണ്. ഇത് ഒരു ഗ്രോത്ത് ഹോർമോൺ റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ് ആണ്. ഓക്കെ, അടുത്ത് പറയുന്നത് ആൽഡോസ്റ്റിറോണിൻ്റെ പ്രശ്നങ്ങളാണ്. ഹൈപ്പർ ആൽഡോസ്റ്റിറോണിസം ഉണ്ട്, ഹൈപ്പോ ആൽഡോസ്റ്റിറോണിസം ഉണ്ട്. ഹൈപ്പർ ആൽഡോസ്റ്റിറോണിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺ സിൻഡ്രോം ആണ് അതിൻ്റെ ഒരു പേര്, ഹൈപ്പർ കോൺ സിൻഡ്രോം. ഓക്കെ, ഇതിൻ്റെ മെയിനായിട്ട് അവർ ചോദിക്കുന്ന ഏരിയാസ് എന്തൊക്കെ ഇലക്ട്രോലൈറ്റ് അബ്നോർമാലിറ്റീസ് ആണ് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തിട്ട് ട്രിക്കി ആയിട്ട് വരാറുള്ളത്. അതിൽ ഹൈപ്പർ ആൽഡോസ്റ്റിറോണിസം അല്ലെങ്കിൽ കോൺ സിൻഡ്രോമിൽ ഹൈപ്പർ നട്രീമിയ, ഹൈപ്പോ കലീമിയ ഉണ്ടാവുക. അതായത് സോഡിയം കൂടുകയും പൊട്ടാസ്യം കുറയും. ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ് സലൈൻ ഇൻഫ്യൂഷൻ ടെസ്റ്റാണ്. ഇതിൽ ഹൈപ്പർ ടെൻഷനും ഉണ്ടാവും, ഹെഡ് ഏക്കും ഉണ്ടാവും. ഹൈപ്പർ ടെൻഷനാണ് ഹൈപ്പർ ആൽഡോസ്റ്റിറോണിസത്തിൽ ഉണ്ടാവുക. ഹൈപ്പോ കലീമിയയും ഹൈപ്പർ നട്രീമിയാണ് ഇലക്ട്രോലൈറ്റ് അബ്നോർമാലിറ്റീസ്. മാനേജ്മെൻറ്റിന് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പൈറനോലാക്ടോൺ ആണ് മെഡിക്കലി. സർജറി ചെയ്യാം. ഇതിൽ മെറ്റബോളിക് ആൽക്കലോസിസ് ആണ് ഉണ്ടാവുക. ഇനി ഹൈപ്പോ ആൽഡോസ്റ്റിറോണിസം അല്ലെങ്കിൽ ആഡിസൺസ് ഡിസീസ് എന്ന് പറയും. ഇതിൽ എന്താ പറയുക, ഒരു എല്ലാ